ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. അപ്പോൾ ഇതേ ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ച് നമ്മുടെ നോമ്പ് തുറയ്ക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതേ ഒരു കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതല്ല ഒലിവ് ഓയിൽ ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. അതിൽ ഇതിൽ നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകരുത് കേട്ടോ. അങ്ങനെ ഒന്ന് വെളുത്തുള്ളി ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ക്യാരറ്റ് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കറി ഒന്നും അധികം വേണമല്ലോ, അപ്പോൾ കുറഞ്ഞ അളവിൽ മതി കേട്ടോ. നമ്മൾ സൂപ്പായിട്ടാകുമ്പോൾ അധികം തിക്കൊന്നുമില്ല, കുറച്ച് ലൂസൊക്കെ ആയിട്ടല്ലേ ഉണ്ടാകും. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതൊന്ന് നന്നായിട്ട് ഇതിലിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പച്ചക്കറി മാത്രം വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബീൻസ്, സ്പ്രിംഗ് ഓണിയൻ, ക്യാബേജ് എല്ലാ പച്ചക്കറിയും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിലേക്ക് ഒരു ഉണക്കനാരങ്ങ, പിന്നെ ഒരു ചെറിയ മാഗി ക്യൂബിൻ്റെ ഒരു പീസും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മാഗി ക്യൂബ് മസ്റ്റായിട്ട് അത് ഒഴിവാക്കരുത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ സൂപ്പിനൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം മതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കനും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെയാണ്. അപ്പോൾ ഇത് മന്തിയിലൊക്കെ വേണ്ടി മസാല വെച്ചിട്ട് ചിക്കനൊരു പീസായിട്ട് അതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ മസാല പറ്റി ചിക്കൻ വേണമെന്നൊന്നും നിർബന്ധമില്ല. ചിക്കൻ അങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര വേണം സൂപ്പ് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കുതിർത്തി വെച്ച നുറുക്ക് ഗോതമ്പാണ്. കുതിർത്തി വെച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കുക. ഇനി ഇതിന് ശേഷം നമ്മളിതിലോട്ട് ഒരു തക്കാളി ഒന്ന് നന്നായിട്ട് അടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ തക്കാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതൊന്ന് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3-4 വിസിലടിക്കുന്നത് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടൊന്ന് സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ നോമ്പിന് പറ്റിയ ഏറ്റവും നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ.